ജോസ് കെ മാണി നയിക്കുന്ന LDFന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് കൊച്ചിയിൽ സമാപനം. രാവിലെ വൈപ്പിൻ മണ്ഡലത്തിലെ മുഖാമുഖം പരിപാടിക്ക് ശേഷം കൊച്ചി, തൃപ്പൂണിത്തുറ, കളമശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ ജാഥ പര്യടനം നടത്തും. വൈകിട്ട് തൃക്കാക്കര, എറണാകുളം നിയോജക മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി കലൂർ സ്റ്റേഡിയത്തിൽ നൽകുന്ന സ്വീകരണത്തോടെ മധ്യമേഖലാ ജാഥ അവസാനിക്കും. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് ലേബി. മധ്യമേഖലാ ജാഥ ഇന്നിപ്പോൾ അവസാനിക്കുമ്പോൾ എന്താണ് വിലയിരുത്തൽ? എങ്ങനെയാണ് ഈ ജാഥയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഗുഡ് മോർണിംഗ് കീർത്തന, ശ്രുതി. ഈ മധ്യമേഖല LDF ജാഥയെ ചൊല്ലിയായിരുന്നല്ലോ തുടക്കത്തിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നത്. കാരണം മുന്നണി മാറ്റം കേരള കോൺഗ്രസ് എമ്മിന്റെ ചർച്ച ചെയ്യപ്പെട്ട സമയത്തൊക്കെ ഇത്തരത്തിൽ മധ്യമേഖല ജാഥയുടെ ക്യാപ്റ്റനായി മുഴുവൻ സമയം ജോസ് കെ മാണി ഉണ്ടാകില്ല എന്നുള്ള കാര്യമൊക്കെ മുന്നണി മാറുന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇടയ്ക്ക് പ്രൊഫസർ N. ജയരാജ ജാഥ നയിക്കുമെന്നുള്ള രീതിയിൽ വാർത്തകൾ ആ സമയത്ത് ചർച്ചകൾ നടന്നിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രൊഫസർ ജയരാജനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഏതായാലും വിവാദമെല്ലാം മാറി മുന്നണി മാറ്റം ഇല്ലെന്ന് പ്രഖ്യാപനം വന്നു. ജാഥ ജോസ് കെ മാണി നയിച്ച് ഏതായാലും ഇത് അവസാനിക്കും വരെ അത്തരത്തിലുള്ള വിവാദമൊന്നും കടന്നു വന്നില്ല. അദ്ദേഹം അത് മാത്രമല്ല വളരെ രാഷ്ട്രീയപരമായ പല കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടിയും നൽകിക്കൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയുടെ ജാഥ ഇതുവരെ വന്നത്. ഇന്ന് സമാപനം കുറിക്കുമ്പോൾ വൈപ്പിനിലാണ് ഇപ്പോൾ ജാഥ ക്യാപ്റ്റൻ അടക്കമുള്ളവർ ഉള്ളത്. വൈപ്പിനിൽ രാവിലെ പൗരപ്രമുഖരോടും പ്രധാനപ്പെട്ട മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് വൈപ്പിനിലെ ജാഥ, വൈപ്പിനിൽ അവിടുത്തെ സമ്മേളനം, അതിനുശേഷം ജങ്കാറിൽ തൊട്ടടുത്ത മണ്ഡലമായ കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിലുള്ള അവിടുത്തെ ജാഥയ്ക്ക് സ്വീകരണവും അവിടുത്തെ സമ്മേളനവും കഴിഞ്ഞതിന് ശേഷം 3 മണിയോടുകൂടി തൃപ്പൂണിത്തുറയിലെത്തുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് കളമശ്ശേരി മണ്ഡലം, അവിടെ നിന്നാണ് തിരിച്ച് കലൂർ സ്റ്റേഡിയത്തിലെ സമാപന വേദിയിലേക്ക് എത്തുക. സമാപന വേദിയിൽ എറണാകുളത്തെയും തൃക്കാക്കരയിലെയും കമ്മിറ്റികൾ ഒരുമിച്ചാണ് 2 മണ്ഡലങ്ങളുടെയും ഇവിടെ നടക്കുക. ഏതായാലും ഈ മധ്യമേഖല ജാഥയെക്കുറിച്ച് പറയുമ്പോൾ ഏതായാലും തുടക്കം മുതൽ ഇന്ന് ഈ ജാഥ അവസാനിക്കുന്ന സമയം വരെ വേറെ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായില്ല. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജാഥ ക്യാപ്റ്റൻസിയിലുള്ള മാറ്റമൊന്നും വന്നില്ല, മറ്റ് ആശയക്കുഴപ്പങ്ങളുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മറ്റ് 2 മേഖലകളിലെ ജാഥയെ അപേക്ഷിച്ച് ചർച്ചയിലേക്ക് കടന്നു വരുന്ന ജാഥ വേറെ വിവാദങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവസാനിക്കുകയാണ്. ഏതായാലും ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും വലിയ ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് ജോസ് കെ മാണി നയിക്കുന്ന ജാഥയ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ആവേശത്തോടു കൂടി തന്നെയാണ് തുടക്കം മുതൽ ഇന്ന് അവസാനിക്കും വരെ ജോസ് കെ മാണി മധ്യമേഖല ജാഥ നയിച്ചത്. ശരി, ലേബി സഞ്ജിതനാണ് വിശദാംശങ്ങൾ നൽകിയത്.